ഹായ് ഫ്രണ്ട്സ്, വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെയായി മക്കൾ സ്കൂളിലേക്ക് പോയി കഴിയുമ്പോൾ ജോലിയെല്ലാം നമുക്ക് രാവിലെ ആയി കഴിയും. അങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. വിവാഹം കഴിയുന്ന സമയത്ത് പെൺകുട്ടികൾ മിക്കവാറും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ നോക്കി തുടങ്ങുന്ന സമയത്തായിരിക്കാം ഒട്ടുമിക്ക പെൺകുട്ടികളും വിവാഹത്തിലേക്ക് വരുന്നത്. വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ പുതിയൊരു ജീവിതമാണ്, പുതിയ പുതിയ കാര്യങ്ങളാണ്. മക്കളായി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് നല്ലൊരു തിരക്കിലായി കഴിയും. അവർ സ്കൂളിലാകുന്നത് വരെയും നല്ല തിരക്കായിരിക്കും അല്ലേ, എല്ലാവരുടെയും ലൈഫ് അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അവർ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ കിട്ടുന്ന ഒരു സമയമാണ്. രാവിലെ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ നമ്മുടെ കാര്യങ്ങളും കൂടെയൊക്കെ ക്ലിയർ ആവും. അത് കഴിഞ്ഞാൽ ഒരുപാട് പേരും വെറുതെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇപ്പോൾ ഒരുപാട് പേർ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികളെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവരവരുടെ പുതിയ ജോലികൾക്കായി കണ്ടെത്തുകയും പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരുപാട് പേരെന്നുണ്ട്. എന്നാലും ഒന്നും ചെയ്യാതെ അങ്ങനെ എങ്ങനെ ഞാനിത് തുടങ്ങും, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യണം, ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. 5 വർഷമാണ് ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്നത്. ആ ടൈമിലെല്ലാം ഒരു ചെറിയ ഷോപ്പ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അവിടെ പോവാനോ അതെന്താണെന്ന് പഠിക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു 7-8 മാസത്തിന് മുമ്പെയാണ് ഞാൻ ആദ്യമായിട്ട് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഹസ്ബൻഡ് നിർബന്ധിച്ച്. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ചില ഭർത്താക്കന്മാർ പറയുന്നുണ്ട്, നിൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യുക, പഠിക്കാൻ പോയിക്കോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തോ എന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ടാകും എന്നുള്ളൊരു പ്രോബ്ലത്തിൽ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ നിർബന്ധത്തിലാണ് ആദ്യമായിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോകുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയപ്പോൾ തന്നെ ആക്റ്റീവായി, കുറേ മൈൻഡിലിങ്ങനെ ഇരുന്ന് കുറേ പഠിച്ച കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് പുതിയ പുതിയ മേഖലയിലോട്ട്. അപ്പോൾ ഒരു കാര്യം തുടങ്ങിക്കിട്ടാനുള്ള ഒരു പാടാണുള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറപ്പായിട്ടും നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ കൂട്ടുകാരും ഇതുപോലെ ചെയ്യണം. നിങ്ങൾ പകുതിയിൽ നിർത്തി വെച്ചിരിക്കുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ടാകും. അതിന് എക്സാമ്പിൾ ഒന്നുകൂടെ ഞാൻ ഒരു അനുഭവം പറയാം. എൻ്റെ ഒരു കൂട്ടുകാരി, ഞങ്ങൾ ഒരുമിച്ചാണ് DCA പഠിച്ചത്. അപ്പോൾ ആ ടൈമിൽ അവൾക്ക് ഒരു സബ്ജക്റ്റ് പോയായിരുന്നു. ഡിഗ്രിയോ +2 വെക്കേഷൻ ടൈമിലാണ് ഞങ്ങൾ DCAക്ക് ചേർന്നത്. അപ്പോൾ അവൾക്ക് ഒരു വിഷയം പോയി. അന്ന് അത് എഴുതിയെടുക്കാനൊന്നും നിന്നില്ല. അടുത്ത ഡിഗ്രിക്ക് അഡ്മിഷനായപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. പക്ഷേ ഇപ്പോൾ അവൾ വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെ ആയി അവർ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം അവൾ ഏത് ജോലിക്ക് പോയാലും കമ്പ്യൂട്ടർ കോഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പരിജ്ഞാനം അത്യാവശ്യമാണ്. അങ്ങനെ അവൾ വീണ്ടും ഒന്നേന്ന് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലിയിലോട്ട് അവൾ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു സ്പാർക്ക്, തുടങ്ങാനുള്ളൊരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അതിൽ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകും. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റും. ഒരുപാട് കുട്ടികൾ ഇതേപോലെയുള്ള അക്കൗണ്ടിങ് കോഴ്സുകൾ, DCA, PG DCA ഇതൊക്കെ പകുതി വഴിയിലായവർ, ഇപ്പോൾ എംബ്രോയ്ഡറി വർക്ക്, ഹാൻഡ് എംബ്രോയ്ഡറി, അതുപോലെ തന്നെ തയ്യൽ, അങ്ങനെ എന്തെല്ലാം മേഖല നമുക്കറിയായിരിക്കും. പക്ഷെ അതെല്ലാം പകുതിയിലിട്ടിട്ട് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകൾ, അങ്ങനെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാരേജ് ആണെങ്കിൽ അതെല്ലാം പകുതി വഴിയിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ തുടങ്ങണം. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം. അപ്പോൾ നല്ല ഒരു പ്രൊഡക്റ്റീവായിട്ട് ഇനി നമുക്ക് കിട്ടുന്ന കുറച്ച് ദിവസങ്ങളാണ് ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള ഈ ഒരു കുറച്ച് ദിവസം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഇൻകം ഏൺ ചെയ്യാനൊക്കെ കിട്ടുന്ന ഒരവസരമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഈ അവസരം ഉപയോഗിക്കണം. അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന കൂട്ടുകാർ പകുതി വഴിയിൽ ഉപേക്ഷിച്ച എന്ത് കോഴ്സാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത് തുടങ്ങണം. തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ജോലിയിലോട്ടൊക്കെ പ്രവേശിക്കാനും കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ
തീർച്ചയായും കൂട്ടുകാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്ത് പകുതി വഴിയിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ഒന്നേന്ന് തുടങ്ങണം. അതിനുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഫാമിലി തന്നെ തരുന്നുണ്ടായിരിക്കും. അതെല്ലാം ഉപയോഗിക്കണം. ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ ഈ ടൈം. അത് നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, ബൈ.